നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പാചകത്തിലേക്ക് സ്വാഗതം. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഊണിനൊപ്പം വിളമ്പാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. പച്ചമാങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന നല്ല രുചിയുള്ളൊരു കറിയാണ്. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഒരു ചെറിയ സവാള കനം കുറച്ചരിഞ്ഞത്, 3-4 ചുവന്നുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 3-4 പച്ചമുളക് കീറിയത്, ഇത്ര ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് പച്ചമാങ്ങയാണ്. അധികം പുളിയില്ലാത്ത മാങ്ങ തന്നെ ഇതിനു വേണ്ടി എടുക്കണം. അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു മാങ്ങ തൊണ്ട് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. മാങ്ങയുടെ പുളി കൂടിപ്പോയാൽ കറിക്ക് ടേസ്റ്റ് കുറയും. അതിലേക്ക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2 പാൽ ചേർത്ത് കൊടുക്കാം. അതായത് കട്ടി കുറഞ്ഞിട്ടുള്ള തേങ്ങാപ്പാൽ. ഞാനിവിടെ ഒരു 2 കപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ മാങ്ങ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി കിട്ടും. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1 പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള പാല്. 3/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ തേങ്ങാപ്പാൽ ചേർക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലൊരു തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് മുട്ട പുഴുങ്ങിയത് ചേർക്കാം. ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയത് തൊണ്ടൊക്കെ കളഞ്ഞ് 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കണം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു 4-5 ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. എന്നിട്ട് ചുവന്നുള്ളി നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്ക് മൊരിയിച്ചെടുക്കണം. അതിനുശേഷം ഇത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എളുപ്പമല്ല തയ്യാറാക്കാൻ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിലും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. നിങ്ങളുടെ കമൻസ് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.